Let the operator be plus, minus, star and division. Okay. And let the number be of data type. Number be of data type int. Data type of number is int. E derives id dot int. Okay. Okay. E derives id which is of type എന്താണ് integer. Type integer. Okay. So എങ്ങനെയാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുക? Question മനസ്സിലായോ? Is the question clear? Okay. An expression may be either identifier or number. Here, which is of type integer മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. And the operators be plus, minus, star and division ആണ്. Okay. So അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ E dot type is equal to int. E dot type is equal to int. Is equal to integer. Okay. Here. ഈ ഓപ്പറേറ്റർ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനായിട്ട് കോമൺ ആയിട്ട് ഒരെണ്ണമല്ലേ ഉള്ളൂ? ഓപ്പൺ തന്നെ എഴുതിയാൽ എന്തോ ഓപ്പി തന്നെ എഴുതിയാൽ മതി. അപ്പൊ അവിടെ അത് നമുക്ക് E1 E2 ഒന്നും എടുത്തൂടെ? E1 E2 എന്നിട്ട് അത് രണ്ടും സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം, അതായത് ഇന്റിജർ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈപ്പ് എറർ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ ഇത്? അഞ്ജലി മിസ്സേ മനസ്സിലായോ ഇത്? മനസ്സിലായി മിസ്സേ. ആർക്കെങ്കിലും ഇത് മനസ്സിലാവാത്തതുണ്ടോ? ജോസ്മി? ഹലോ മിസ്സേ. മനസ്സിലായോ ഇല്ലേ? മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ലിസൺ, അപ്പൊ ഇതിൽ എന്തിനാണ് ഇവിടെ id ഇവിടെ നമ്പർ എന്ന് കൊടുക്കുന്നത്? എന്താണ് വേരിയേഷൻ അതില്? ആർക്കെങ്കിലും അറിയാമോ ഇത്? ഇവിടെ id എന്നും കൊടുത്തിട്ടുണ്ട്, നമ്പർ എന്നും കൊടുത്തിട്ടുണ്ട്. id ആണെങ്കിലും അതിന്റെ ടൈപ്പ് എന്താണ്? E dot type is equal to എന്താണ്? ലുക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം വരത്തില്ല? യെസ്, ലുക്കപ്പ് വരും. സിമ്പിൾ ടേബിളിൽ നോക്കണം, ഐഡന്റിഫയർ ആയിരുന്നു. ലുക്കപ്പ് id dot entry. What's the difference? ഇതും തമ്മിൽ എന്താ ഡിഫറൻസ്? ഐഡന്റിഫയർ ആയതുകൊണ്ട് നമ്മളത് സിമ്പിൾ ടേബിളിൽ അത് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. സോ ലിസൺ, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുമ്പോൾ either we used to write the code ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട് 2 plus 3. ഓക്കെ അല്ലെ? 2 plus 3 which means എന്താണ്? 2 ഇന്റീജർ ആണ്, 3 ഇന്റീജർ ആണ്. അതിന്റെ അഡീഷൻ പെർഫോം ചെയ്ത് നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. അതേ സമയത്ത് we can write this as a plus b, അതായത് റൺ ടൈമിലായിരിക്കും ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. Anybody get me? റൺ ടൈമിലായിരിക്കും ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. അത് 2 plus 3 ആയിരിക്കും, 2ഉം 3ഉം ആയിരിക്കും. ബട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് എഴുതിയിട്ടുണ്ടാവുക? a plus b എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ. സോ അതിന്റെ ഡാറ്റ ടൈപ്പ് ഗെറ്റ് ചെയ്യുക, ഐഡന്റിഫയറിന്റെ ഡാറ്റ ടൈപ്പ് ഗെറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അതിന്റെ വാല്യൂ നേരിട്ട് നമ്പറിന്റെ ഡാറ്റ ടൈപ്പ് എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ?
ക്ലിയർ ആണോ? അതെ ഓക്കെ, അതായത് സ്റ്റാറ്റിക് ചെക്കിംഗ് ഉണ്ട്, ഡൈനാമിക് ചെക്കിംഗ് ഉണ്ട്. റൺ ടൈമിൽ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ റൺ ടൈമിൽ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ എന്ത് ടൈപ്പും കൂടി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ടായിരിക്കും എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താണ് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ഇപ്പൊ ഇൻ കേസ് എന്താണ് ഇവിടെ ഇന്റ് എയും ഫ്ലോട്ട് ബിയും കൊടുത്തിട്ട് എ പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സെമാന്റിക് എറർ വരുന്നത്. സെമാന്റിക് അനാലിസിസിലാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ഇത് ചെക്ക് ചെയ്യുന്നത്. അല്ലാണ്ട് സ്റ്റാറ്റിക്കിൽ എന്ത് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്? സിൻടാക്സ് അനാലിസിസിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? ജസ്റ്റ് ഈ എക്സ്പ്രഷൻ മാത്രമായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. സെമാന്റിക് അനാലിസിസിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? ഈ ഓരോ എക്സ്പ്രഷന്റെ മീനിങ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വാല്യൂ ചിലപ്പോൾ എന്തായിരിക്കും നമ്മൾ എങ്ങനെയായിരിക്കും പാസ് ചെയ്യുക? ഡ്യൂറിങ് റൺ ടൈമിലായിരിക്കും വാല്യൂ പാസ് ചെയ്യുന്നത്. ആ വാല്യൂ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഡാറ്റ ടൈപ്പ് അവിടെ നിന്ന് ഗെറ്റ് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ വി ക്യാൻ റൈറ്റ് എന്താണ് ഇ ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു if e1 dot type and e2 dot type is equal to integer. e1 dot type is equal to e1 dot type ഉം e2 dot type integer ആയാലല്ലേ? അതപ്പോ നമുക്ക് എങ്ങനെ എഴുതാം? e1 dot type is equal to integer and e2 dot type is equal to, അങ്ങനെ തന്നെ എഴുതണം. e2 dot type is equal to integer, then integer, else type error. Okay, so this is how type checking is done. Okay, so some of the programming language supports എന്താണ് implicit type conversion, or type corrections or implicit type conversion. That is int to real. Automatically എന്താണ് int to real എന്നുള്ളത് കൺവേർട്ട് ആവും അല്ലെ? ഇന്റീജർ ടു റിയൽ കൺവേർഷൻ നേരെ തിരിച്ച് ചെയ്യാറില്ല, റിയൽ ടു ഇന്റ് ചെയ്യാറില്ല. ബട്ട് എന്ത് ഇന്റീജർ ടു റിയൽ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് 2 + 3.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 5.0 എന്ന് വരും. വിച്ച് മീൻസ് എന്താണ് രണ്ടിന്റെയും ടൈപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? റിസൾട്ടിന്റെ ടൈപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു റിയൽ ടൈപ്പ് ഓർ ഫ്ലോട്ടിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ പാസ്കൽ ഓൾസോ സപ്പോർട്ട്സ് എന്താണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഓക്കെ, സോ നൗ വി നീഡ് ടു റൈറ്റ് എന്താണ് അതിന്റെ ടൈപ്പ് കൺവേർഷനുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. എങ്ങനെയാണ് ടൈപ്പ് ചെക്കിംഗ് എഴുതാൻ പറ്റും? ഓക്കെ, so given e is equal to num, num dot num, e derives id and e1 derives e1 operator e2. Okay, is a question clear? Question clear ആണോ? അതെ. ഓക്കെ, നൗ അപ്പൊ ഇതില് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ടും ഓക്കെ ആണല്ലോ, ഇത് മൂന്നും. ഇതൊന്ന് പറയാമോ ആരെങ്കിലും? പക്ഷെ ഇവിടെ ഡേറ്റ ടൈപ്പ് പറയുന്നില്ലേ? ഡേറ്റ ടൈപ്പ് ഇന്റീജർ ആണ്. ഇന്റീജറും റിയലും വരുന്ന കേസാണ്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ ആണ്. ഡേറ്റ ടൈപ്പ് പക്ഷെ ഇംപ്ലിസിറ്റ് ആണെന്ന് പറയുന്നില്ലല്ലോ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ഉള്ള ഇതാണ്.
അങ്ങനെ തന്നെ ഹെഡിങ് ആയിരിക്കണം, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ ദ കൺവേർഷൻ മസ്റ്റ് ബി പെർഫോം ബിറ്റ്വീൻ ഇൻഡ് ടു റിയൽ ആണ്. അപ്പം എന്തൊക്കെ പോസിബിലിറ്റീസ് ആയിരിക്കും ഇതിൽ വരുന്നത്? സാന്ദ്ര? ഹലോ. ആ, എന്താ മനസ്സിലായത്? ഏതാ പറയണ്ടേ? ആ, ഫസ്റ്റ് വണ്ണിന്റെ എന്താണ്? ഇ ഡോട്ട് നം ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻഡിജർ. ഇ ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇൻഡിജർ. ഇൻഡീജർ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് അങ്ങനെയല്ലേ മിസ് വരുന്നത്? നം ഡോട്ട് നം എന്നാണ് തന്നിട്ടുള്ളത്. ഡോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻഡിജർ ആൻഡ് ഇൻഡീജർ ആൻഡ് ഇൻഡീജർ ആണ്. 2 ആണെങ്കിൽ ഇൻഡീജർ, 2.3 ആണെങ്കിൽ ഫ്ലോട്ട്. ഫ്ലോട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് പാസ്കലിൽ റിയൽ ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് ഇ ഡിറൈവ്സ് ഐഡി? ഇ ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ലുക്കപ്പ് ഐഡി ഡോട്ട് എൻട്രി. ലുക്കപ്പ് ഐഡി ഡോട്ട് എൻട്രി. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ്? ഇതിന്റെ അത് മീൻസ് ഇ ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇഫ് E1 ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻഡിജർ. ഇ ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു ഇഫ് E1 ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻഡിജർ. E1 dot type is equal to integer and E2 dot type equal to integer. E2 dot type is equal to integer. Then else. then എന്താണ് ഇതിന്റെ ടൈപ്പ്? എന്താ? integer. else type error. else type ആണ്. ഓക്കെ, then ഇത്രേ ഉള്ളൂ ആണോ? അപ്പൊ ടൈപ്പ് കൺവേർഷന്റെ എവിടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്? ടൈപ്പ് കൺവേർഷൻ അരവിന്ദ്? അഖിൽ? ഇല്ലാത്തവർക്കൊക്കെ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യാം അല്ലേ വിളിക്കുമ്പോ? ആ, അരവിന്ദ്? ഇല്ല. then പറഞ്ഞോ അഖിൽ. ഇതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? ടൈപ്പ് ചെക്കിംഗ് എക്സ്പ്രഷൻ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടോ? ടൈപ്പ് കൺവേർഷൻ എങ്ങനെ ആഡ് ചെയ്യും?
E1 real, E2 integer. Yes, E dot type is equal to real. Okay, so ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? E1 dot type is equal to integer and E2 dot type is equal to real ആണെങ്കിൽ then the E1 dot E dot type is equal to real ആണ്. Else type error. ഓക്കെ, സോ നേരത്തെ ഉള്ളതും എഴുതണം പ്ലസ് അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? E1 dot type is equal to. ഇത് എല്ലാത്തിന്റെ റിയൽ വരത്തില്ല ഇപ്പൊ? യെസ്, 4 ഓപ്ഷൻ വരും. ആ 4 ഓപ്ഷൻ വരും. അതായത് ഫസ്റ്റ് E1 ഡോട്ട് ടൈപ്പ് രണ്ടും ഇന്റീജർ ആണെങ്കിൽ E1 ഉം E2 ഉം ഇന്റീജർ. നെക്സ്റ്റ് എന്താണ്? E1 ഇന്റീജറും E2 റിയൽ ആണെങ്കിൽ. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് എന്താണ്? E1 റിയലും E2 ഇന്റീജറും. ഓക്കെ, ഫോർത്ത് പോസിബിലിറ്റി എന്താണ്? രണ്ടും റിയൽ ആണെങ്കിൽ. അതുപോലെ ഈ ഡിറൈസ് നമ്പർ എന്നുള്ളതിന്റെ അകത്ത് ഈ ഡോട്ട് ടൈപ്പ് റിയൽ ആയിക്കോളെ. ഈ ആദ്യത്തെ ഇല്ലേ ഈ ഡിറൈസ് നമ്പർ, അതിന്റെ നമ്പർ ഇ ഡോട്ട് നമ്പേഴ്സ് ഇന്റീജർ ആണ്. ഇ ഡോട്ട് നം ഡോട്ട് നമ്പർ എന്ന് പറയുന്നതാണ് റിയൽ. ഓക്കെ, എന്തെങ്കിലും ഓപ്പറേഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ കൺവേർഷൻ ചെയ്യത്തുള്ളൂ. അതെ. ആ ഓക്കെ, അതൊന്ന് ഫിനിഷ് ചെയ്തേക്ക് കേട്ടോ, 4 പോസിബിലിറ്റീസും.
ഓക്കെ, ക്ലിയർ ആണത്? അതെ. ഓക്കെ, സോ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ എ ടൈപ്പ് ചെക്കർ ഫോർ സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ. സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ. അപ്പം അതിന്റെ ആൻസർ എന്താണ്? Define a type checker for simple arithmetic expression. Sorry, arithmetic operation. ഇത് തന്നെയല്ലേ മിസ്സേ? ഫസ്റ്റ്, അതായത് ഈ കൺവേർഷൻ എഴുതണ്ട, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തില്ലേ എന്താണ് ഇ ഡിറൈവ്സ് നം, ഇ ഡിറൈവ്സ് ഐ ഡി, ദെൻ എന്താണ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുക, പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് ഡിഫൈൻ ചെയ്യുക, ദെൻ അതിന്റെ ഇത് എഴുതുക. ഓക്കെ, വേണമെങ്കിൽ എന്ത് നമുക്ക് ആഡ് ചെയ്യാം അതിൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ എന്താണ് ഇന്റീജർ ഡാറ്റ ടൈപ്പ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എലോങ് വിത്ത് ദാറ്റ് വി ക്യാൻ ആഡ് എന്താണ് ഇ ഡിറൈവ്സ് റിയൽ ഓൾസോ. ഏതൊക്കെ ആഡ് ചെയ്യാം നമുക്ക്? Okay, so ഇത്രയും പ്രൊഡക്ഷൻസ് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇ ഡിറൈവ്സ് നം, ഇ ഡിറൈവ്സ് നം ഡോട്ട് നം, ഇ ഡിറൈവ്സ് ഐ ഡി, ദെൻ ഈവൻ ഡോട്ട് ഓപ്പറേറ്റർ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ എന്താണ് വി ക്യാൻ റൈറ്റ് ദിസ് ആസ് ഇ1 ഡിറൈവ്സ് ഇ പ്ലസ് ഇ ഓർ ഇ മൈനസ് ഇ ഓർ ഇ സ്റ്റാർ ഇ ആൻഡ് ഇ സ്ലാഷ് ഇ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലേ? അതായത് ഒന്നിന് ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ ഓപ്പറേറ്ററിന് പകരം ഈ ഓപ്പറേറ്റർ അപ്ലൈ ചെയ്തിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ഇവിടെ 2 ഡാറ്റ ടൈപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 2 ഡാറ്റ ടൈപ്പും സെപ്പറേറ്റ് ടൈപ്പ് എക്സ്പ്രഷൻസ് എഴുതണം. ഒന്ന് എഴുതാമോ? ഏതാണോ എടുക്കുന്നത് നിങ്ങൾ? ഇതാണോ ഇതാണോ? മനസ്സിലായില്ല. അതായത് സിമ്പിൾ ടൈപ്പ് ചെക്കർ ഫോർ അരിത്മെറ്റിക് ഓപ്പറേഷൻ. അരിത്മെറ്റിക് ഓപ്പറേഷൻ. ഓക്കെ, സോ ഏത് പ്രൊഡക്ഷൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്? ഏത് പ്രൊഡക്ഷൻസ്? സോ സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അഡിഷൻ വരാം, സബ്ട്രാക്ഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. Okay, so here we can define the grammar as E1 derives num. അതായത് ഇന്റീജർ ഡാറ്റ ടൈപ്പ് മാത്രമാണ് എടുക്കുന്നത്. ഓക്കെ, then E derives ID, E derives E plus E or E minus E1 minus E2, E1 star E, E2 or E1 slash E2. ഇതിപ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ ഓരോന്നിനായിട്ട് നമ്മൾ ആ മൊത്തം എഴുതണ്ടേ, പ്ലസിനും മൈനസിനും? അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്? OP അല്ലേ? അത് സ്പെസിഫിക് ആയിട്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് എന്ത് എഴുതണം? ഒന്നിൽ ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ E1 OP E2 എടുക്കുവാണെങ്കിൽ എന്ത് ഡിഫൈൻ ചെയ്യണം? ഓപ്പറേറ്ററിന്റെ ടൈപ്സ് ഡിഫൈൻ ചെയ്യണം.
ഓക്കെ, ക്ലിയർ? മിസ്സേ നേരത്തെ എഴുതിയതല്ലേ? നേരത്തെ എഴുതിയത് പ്ലസ് മൈനസ് സ്റ്റാർ സ്ലാഷ് അങ്ങനെ സ്പെസിഫൈ ചെയ്യണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ സ്പെസിഫൈ ചെയ്താലും മതി. ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുമ്പോൾ എളുപ്പമാണ്, വേറൊന്നുമില്ല. ഇവിടെ എന്താണ് എഴുതുക? ഇഫ് E1 ഡോട്ട് ടൈപ്പ് ഇസ് ഈക്വൽ ടു E1 ആൻഡിന് പകരം എന്ത് എഴുതുക? പ്ലസ് ആണ്. ആൻഡിന് പകരം പ്ലസ് എഴുതുക. ഓക്കെ ഓക്കെ. സോ ബെറ്റർ നമുക്ക് ഫോളോ ചെയ്യുന്നത് ഈ മെത്തേഡ് ആയിരിക്കും. E1 ഓഫ് E2 ഓപ്പറേറ്ററിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമ്പറിനെ നമ്പർ ഡോട്ട് നമ്പറും കൂടി കൊടുക്കാം. നമ്പർ എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് മാത്രം എടുക്കുന്നതാണ്. നമ്പർ ഡോട്ട് ടൈപ്പ് എന്ന് പറയുമ്പോൾ നം ഡോട്ട് നം എന്ന് പറയുമ്പോൾ എന്താണ്? റിയൽ ഡാറ്റ ടൈപ്പും കൂടി എടുക്കുക. ഓക്കെ, സോ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. സോ അങ്ങനെ എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇൻറ്റും വരാം റിയലും വരാം. അപ്പൊ ഓരോ സ്റ്റെപ്പിലും എന്തും കൂടി ആഡ് ആവും? ഒരു എക്സ്പ്രഷൻ, ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ആഡ് ആവും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി മാർക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ, 3 മാർക്സിന് ചോദിക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡാറ്റ ടൈപ്പിംഗ് ക്ലിയർ ആണോ? മനസ്സിലായോ? മിസ്സേ കട്ടായി പോയി. അർജുൻ മിസ്സേ കട്ടായി പോകുന്നുണ്ട്. മിസ് പറഞ്ഞൊന്നും കേട്ടില്ല. നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ല. ഇപ്പൊ കേൾക്കാം. മറ്റേ 2 ഡേറ്റ നം ഡോട്ട് നം വരുന്നവര് പറഞ്ഞു. നം ഡോട്ട് നമ്മൾ അതായത് മാർക്കിനെ ബേസ് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുക കേട്ടോ. ഡാറ്റ ടൈപ്പ് അതായത് അതായത് 6 മാർക്സിനോ ഇല്ലെങ്കിൽ 6 മാർക്സ് 8 മാർക്സിന് ചോദിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതാണ്ട് എന്തും കൂടി ആഡ് ചെയ്യാം, അതിൽ റിയൽ ഡാറ്റ ടൈപ്പും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ടൈപ്പ് കൺവേർഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ടൈപ്പ് കൺവേർഷനിലോട്ട് കടന്നാൽ മതി. ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ റിയലോട് വരുന്നല്ലേ? അതെ, ടൈപ്പ് കൺവേർഷൻ ആവശ്യമാണെങ്കിൽ മാത്രമേ മതി. റിയലും കൂടി വരുന്നതല്ല. ഒറ്റ എക്സ്പ്രഷന് തന്നെ 4 പോസിബിലിറ്റിയും വരും. ഓക്കെ. അറ്റൻഡൻസ് ആദിൽ? Yes, present. അഭിജിത്ത്? Present, miss. അക്ഷര? Present, miss. അഞ്ജലി? Present, miss. അഞ്ജു? ആന്റോ? Present, miss. അപർണ ഡി? Present, miss. അപർണ പ്രതാപ്? അരവിന്ദ്? അരവിന്ദ് ഇല്ലല്ലോ. ഇത്രയും പ്രസന്റ് അരവിന്ദ്? നേരത്തെ വിളിച്ചപ്പോ അനക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെയായിരുന്നു? ആരോ? Present, miss. അർജുൻ? വിച്ചു? Present, miss. ജീവൻ?
ജോസ്വിൻ, Present, miss. കൃഷ്ണരാജ്, Present, miss. മാധവ്, Present, miss. മറിയ, Present, miss. മെർലിൻ. പ്രസന്റ് മിസ്. മെർലിൻ എവിടെയായിരുന്നു വിളിച്ചപ്പോ? ഞാൻ മിസ് വിളിച്ച് കേട്ടില്ലായിരുന്നു, ടിഷ്യൂ ആയിരുന്നു. ശരി. അതെ, നാളെ തൊട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്ത് ഇല്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് ആക്ച്വലി മാർക്ക് ചെയ്യേ. മുബിൻ, Present, miss. ഹാഫിസ്, Present, miss. റുബിൻ, Present, miss. നജ്മ, Present, miss. നൗറിൻ, Present, miss. പാർവതി, പ്രസന്റ് മിസ്. സാന്ദ്ര, പ്രസന്റ് മിസ്. ശ്രീപ്രസാദ്, Present, miss. ശ്രുതി, വിഷ്ണുപ്രിയ, Present, miss. അജീന, Present, miss. അഖിൽ, ജോസ്മി. Present, miss. ഓക്കെ, നാളെ തൊട്ടപ്പം അങ്ങനെയാണ് അറ്റൻഡൻസ്. വിളിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാം, ഇല്ലെങ്കിൽ അറ്റൻഡൻസ് ഉണ്ടാവില്ല. താങ്ക് യു. Thank you. Thank you, miss. താങ്ക് യു.